കഥ തുടരുന്നു. അടുത്ത 2 ദിവസങ്ങൾ പ്രതാപിനെ സംബന്ധിച്ചിടത്തോളം ഏറെ തിരക്കുള്ളതായിരുന്നു. ആദ്യമായി അവൻ 5 വർഷത്തേക്ക് ലീവ് വേണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരു കത്തും അതോടൊപ്പം ലീവ് ആപ്ലിക്കേഷനും DGPക്ക് സമർപ്പിച്ചു. പിന്നെ അത്യാവശ്യം വേണ്ട വസ്ത്രങ്ങളൊക്കെ വാങ്ങി. എല്ലാ കാര്യങ്ങൾക്കും അവൻ്റെ ഒപ്പം പഞ്ചു ഉണ്ടായിരുന്നു. അവനും ഒരു പാൻറ്റും ഷർട്ടും എടുത്തു കൊടുക്കാൻ പ്രതാപ് മറന്നില്ല. ഒരു ട്രാവൽ ഏജൻസിയുമായി ബന്ധപ്പെട്ട് എത്രയും വേഗത്തിൽ കൽക്കത്തയ്ക്ക് പ്ലെയിൻ ടിക്കറ്റ് തരപ്പെടുത്തുന്ന കാര്യവും ഏർപ്പിച്ചു. വീട്ടിൽ നിന്ന് എല്ലാവരെയും കൊണ്ട് സിനിമയ്ക്ക് പോയി. വലിയ ഹോട്ടലിൽ നിന്ന് ആഹാരം വാങ്ങിക്കൊടുത്തു. 50,000 രൂപ അച്ഛൻ്റെ പേരിൽ ബാങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്തു. എത്രയും വേഗത്തിൽ സുമ ചേച്ചിയുടെയും വിവാഹം നടത്തണമെന്നും വരനെ അന്വേഷിക്കണമെന്നും ചുമതല ദല്ലാൽ രാഘവനെ തന്നെ ഏൽപ്പിക്കാൻ അച്ഛനോട് പറയുകയും ചെയ്തു. അവൻ്റെ നിമിഷങ്ങൾക്ക് വല്ലാത്ത ആഹ്ലാദമുണ്ടായിരുന്നു. ഓടി നടന്ന് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അതിനിടെ അവന് ഒരു കത്ത് കിട്ടി. കാർലോസിൻ്റെ കത്ത്. അദ്ദേഹം ഡൽഹിയിലാണ്. ഒരു കമ്പനി ടീമിൻ്റെ കോച്ചായി ജോയിൻ ചെയ്തു കഴിഞ്ഞു. പ്രതാപിന് ആഗ്രഹമുണ്ടെങ്കിൽ അവിടെ അവന് വേണ്ടി ശ്രമിക്കാമെന്ന് പറഞ്ഞിരുന്നു. താൻ കൽക്കത്തയ്ക്ക് പോകുന്ന വിവരം കാണിച്ച് അന്ന് തന്നെ അവൻ അദ്ദേഹത്തിന് മറുപടി അയച്ചു. 2 ദിവസത്തിന് ശേഷം അവ പോലീസ് ടീം ക്യാമ്പിൽ മടങ്ങിയെത്തുമ്പോഴേക്കും കൽക്കത്ത യാത്രയെക്കുറിച്ചുള്ള വിവരം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരുന്നു. ലീവ് അപേക്ഷിച്ചുകൊണ്ട് DGPക്ക് കൊടുത്ത കത്തിൽ നിന്നും സ്പോർട്സ് മന്ത്രി വിവരം അറിഞ്ഞിട്ട് ശങ്കറോട് പറയുകയായിരുന്നു. അവനാണ് ക്യാമ്പിൽ വിവരം അറിയിച്ചത്. ശങ്കറിനും സുഹൃത്തുക്കളും ഇതൊരു അടിയായിരുന്നു. ഇങ്ങനെ ഒരു മാർഗത്തിലൂടെ അവൻ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചിരുന്നില്ല. മറിച്ചല്ലായിരുന്നു കോച്ച് സാം ലൂയിസിൻ്റെയും അവസ്ഥ. ഇവൻ കൽക്കത്തയിൽ പോയി തിളങ്ങിയാൽ താൻ മനഃപൂർവ്വം ഇവനെ നശിപ്പിക്കുകയായിരുന്നു എന്ന് എല്ലാവരും മനസ്സിലാക്കും. അത് പാടില്ല. കോച്ചും ശങ്കറുമായി ആലോചിച്ചു. എങ്ങനെയെങ്കിലും ഇവരെ തളയ്ക്കണം. അതിനൊരു മാർഗത്തിനായി അവർ ചികഞ്ഞു ചിന്തിച്ചു. പക്ഷേ ബുദ്ധിയിൽ പറ്റിയ ഒരു മാർഗവും തെളിയുന്നുമില്ല. അലിമാവോ പ്രദേശിനെ കൊണ്ട് ഇവനെ വേണ്ടെന്ന് പറയിച്ചാൽ മതി. ശങ്കറുടെ തലച്ചോറിൽ വെളിച്ചം വരുന്നു. മുഖ്യമന്ത്രി വിചാരിച്ചാൽ ചിലപ്പോൾ അത് നടന്നേക്കും. അവൻ തൻ്റെ അമ്മായിയപ്പനാകാൻ പോകുന്ന മുഖ്യമന്ത്രിയുടെ അരികിലെത്തി. കാര്യങ്ങൾ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി. അവൻ പറയുന്നത് ശരിയാണെന്ന് മുഖ്യമന്ത്രിക്കും ഉറപ്പായി. പ്രതാപിനെ ഇവിടെ നിന്നും വിട്ടുകൂടാ. ബംഗാൾ മുഖ്യമന്ത്രി പീറ്റർ അലിമാവോയെ തനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരുടേതാണ് അലിമാവോ പ്രദേശ് എന്ന ടീം. പീറ്ററെ ശ്രദ്ധിക്കണം. മുഖ്യമന്ത്രി ഉറച്ചു കഴിഞ്ഞു. ഡൽഹിയിൽ വെച്ച് തങ്ങൾ വളരെയധികം അടുത്തു കഴിഞ്ഞിട്ടുള്ളവരാണ്. താൻ ഇത്തരമൊരാവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹം നടത്തിത്തരും എന്ന കാര്യത്തിൽ ശിവദാസിന് സംശയമില്ല. അന്ന് തന്നെ ശിവദാസൻ ബംഗാൾ മുഖ്യമന്ത്രിയുമായി ടെലിഫോണിൽ സംസാരിച്ചു. നേരിൽ പറയേണ്ട ഒരു അത്യാവശ്യ സംഗതിയുണ്ടെന്നും താൻ അടുത്ത ദിവസം തന്നെ അവിടേക്ക് എത്തുമെന്നും അറിയിച്ചു. താൻ സ്ഥലത്തുണ്ടാവുമെന്നും എയർപോർട്ടിലേക്ക് കാർ അയക്കാമെന്നും പീറ്റർ അലിമാവോ അറിയിച്ചു. അടുത്ത ദിവസം അതീവ രഹസ്യമായി കേരള മുഖ്യമന്ത്രി ബംഗാളിലേക്ക് പോയി. പീറ്റർ അലിമാവോയെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ വെച്ചാണ് സന്ധിച്ചത്. ചായ സൽക്കാരത്തിന് ശേഷം ശിവദാസൻ കാര്യത്തിലേക്ക് കടന്നു. ഇതിൻ്റെ പ്രസ്റ്റീജ് പ്രശ്നമാണ് എന്ന് പറഞ്ഞാണ് ശിവദാസ് തുടങ്ങിയത്. ഒരു ചുരുട്ട് പുകച്ചുകൊണ്ട് പീറ്റർ അലിമാവോ എല്ലാം ശ്രദ്ധയോടെ കേട്ടിരുന്നു. അതുകൊണ്ട് എന്തു വന്നാലും അലിമാവോ പ്രദേശ് പ്രതാപിനെ ടീമിലെടുക്കരുത്. അത് മിസ്റ്റർ പീറ്റർ എനിക്ക് സാധിച്ചു തരണം. അലിമാവയുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയുടെ അർത്ഥം ശിവദാസിന് പിടികിട്ടിയില്ല. മിസ്റ്റർ ശിവദാസൻ. പീറ്റർ നേരെ ഇരുന്നിട്ട് കണ്ണടയെടുത്ത് കർച്ചീഫ് കൊണ്ട് തുടച്ചിട്ട് വീണ്ടും യഥാസ്ഥാനത്ത് വെച്ചു. ടീമിൻ്റെ കാര്യങ്ങളൊന്നും ഇതേവരെ ഞാൻ ഇടപെട്ടിട്ടില്ല. അതൊക്കെ അനുജന്മാരാണ്. ഇന്ന് ഭാരതത്തിലെ ഏറ്റവും മികച്ച കളിക്കാരാണ് അലിമാവോ പ്രദേശിൽ ഉള്ളതെന്ന് ഞാൻ പറയാതെ അറിയാമല്ലോ. പല സംസ്ഥാനങ്ങളിലും ഉള്ളവരാണിവർ. മികച്ച കളിക്കാർ തങ്ങളുടെ സംസ്ഥാനത്ത് നിന്നും പോകുന്നതിനോട് എന്നും അവിടുത്തെ ഭരണാധികാരികൾക്ക് വിയോജിപ്പാണ് താനും. എന്നിരുന്നാലും മോഹിക്കുന്ന പ്രതിഫലം നൽകി അവരെയൊക്കെ അലിമാവോ പ്രദേശ് സ്വന്തമാക്കിയിട്ടുണ്ട് താനും. അതെല്ലാം തന്നെ അനുജന്മാരുടെ മാത്രം റിസ്കിലാണ്. ഇപ്പോൾ ഇവിടെയും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അവർ തന്നെ വേണം. എനിക്കായിട്ട് ഒന്നും കഴിയില്ല. ശിവദാസിൻ്റെ മുഖം മങ്ങി. എങ്കിലും പ്രതീക്ഷ കൈവിട്ടില്ല. എനിക്ക് അനുജന്മാരുമായി ഒന്ന് സംസാരിച്ചാൽ കൊള്ളാം. ഓക്കെ, താങ്കൾ വിശ്രമിക്കുക. ശിവദാസൻ എണീറ്റു. മന്ത്രിയുടെ PA അദ്ദേഹത്തെ മറ്റൊരു മുറിയിലെത്തിച്ചു. ഉച്ച കഴിഞ്ഞപ്പോൾ അലിമാവോ പ്രദേശിൻ്റെ ടീം മാനേജറും പീറ്റർ അലിമാവോയുടെ സഹോദരനുമായ പോപ്സൺ അലിമാവോയും മുഖ്യമന്ത്രി ശിവദാസിൻ്റെ മുന്നിലെത്തി. ഇരുവരും പരസ്പരം അഭിവാദനം ചെയ്തു. പീറ്റർ അലിമാവോയോട് പറഞ്ഞ അത്രയും പോപ്സന്റെ മുന്നിൽ കൂടി അദ്ദേഹത്തിന് അവതരിപ്പിക്കേണ്ടി വന്നു. ശ്രദ്ധയോടെ കേട്ടിരുന്ന പോപ്സൺ സംസാരിച്ചു. പക്ഷേ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പ്രതാപ് അവിടെ നിന്നും പോരുന്നതുകൊണ്ട് ടീമിനുണ്ടാകുന്ന നഷ്ടമല്ല, മറിച്ച് ഇത് താങ്കൾ ഒരു പകപോക്കലിന് ആയിട്ടാണ് എടുത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ശിവദാസൻ അമ്പരന്ന് പോയി. സാർ തെറ്റിദ്ധരിക്കരുത്, പോപ്സൺ തുടർന്നു. അങ്ങയുടെ പുത്രിയും പ്രതാപും തമ്മിൽ അടുപ്പമായിരുന്നു കൊണ്ടല്ലേ താങ്കൾക്ക് വൈരാഗ്യം? ശിവദാസിൻ്റെ മുഖം വിളറി വെളുത്തു. എല്ലാ കാര്യങ്ങളും ഇവരും അറിഞ്ഞിരിക്കുന്നു. ആ നിലയ്ക്ക് അയാൾ അവിടെ നിന്ന് പോരുന്നത് തന്നെയാണ് നിങ്ങൾക്കും ആശ്വാസം. അതിനു പകരം മികച്ച ഒരു കളിക്കാരനെ എങ്ങനെ ശ്വാസം മുട്ടിക്കുന്നത് ശരിയാണോ? മിസ്റ്റർ പോപ്സൺ. മുഖ്യമന്ത്രി ആ സംസാരം ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ തന്നെ സംസാരിച്ചു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആവാം, അതല്ലാതെ മറ്റൊന്നും എനിക്ക് കേൾക്കണമെന്നില്ല. പോപ്സൺ അലിമാവോ ചിരിച്ചു. താങ്കൾ രോഷം കൊണ്ടിട്ടൊന്നും കാര്യമില്ല. പ്രതാപിനെ വേണ്ടെന്ന് വയ്ക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. എങ്കിൽ ഈ സംഭാഷണം നമുക്ക് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം. ഓക്കെ. പോപ്സൺ എണീറ്റു.
ലുക്ക് മിസ്റ്റർ പോപ്സൺ, നിങ്ങളൊരു കാര്യം ഓർത്തിരുന്നാൽ കൊള്ളാം. കേരളത്തിലെ പോലീസ് ടീമിൻ്റെ കളിക്കാരനാണ് പ്രതാപ്. ഞാൻ അവിടുത്തെ ആഭ്യന്തരം കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയും. ആ നിലയ്ക്ക് എനിക്ക് ചില അധികാരങ്ങളൊക്കെയുണ്ട്. ഇത്തവണ പോപ്സൺ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. താങ്കൾ ഇപ്പോൾ ഞങ്ങളുടെ അതിഥിയാണ്. ആതിഥ്യ മര്യാദ അലിമാവ് പ്രദേശ് മറക്കാറില്ല. അല്ലെങ്കിൽ ഇനി താങ്കൾ ഒരക്ഷരം പോലും സംസാരിക്കില്ലായിരുന്നു. താൻ വല്ലാതെ അപമാനിതനായിരിക്കുമെന്ന് കേരള മുഖ്യമന്ത്രി അറിഞ്ഞു. അലിമാവ ബ്രദേഴ്സിൻ്റെ ശക്തിയെക്കുറിച്ച് ശിവദാസൻ കേട്ടിട്ടുണ്ട്. കൽക്കത്ത അധോലോകം അവരുടെ കാൽക്കീഴിലാണ്. അവർ ഒന്ന് മൂളിയാൽ എന്തിനും മടിക്കാത്ത ഭയങ്കരന്മാർ വിദേശ നിർമ്മിത റൈഫിളുകളുമായി നിരത്തിലിറങ്ങും. വീണ്ടും കാണാം എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്ന പോപ്സൺ അലിമാവോ വാതിൽക്കലെത്തിയിട്ട് പറഞ്ഞു, താങ്കൾ കേരള മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്ത് ആക്ഷൻ വേണമെങ്കിലും കൈക്കൊണ്ടുള്ളൂ. പക്ഷേ ഞങ്ങളുടെ അടുത്ത മത്സരത്തിൽ പ്രതാപ് ഉണ്ടായിരിക്കും. ചലഞ്ച്. യെസ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് പോപ്സൺ തുടർന്നു. പക്ഷേ അതിൻ്റെ പേരിൽ പാവപ്പെട്ട അവൻ്റെ കുടുംബത്തെ ഏതെങ്കിലും വിധത്തിൽ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ അലിമാവ പ്രദേശ് ബംഗാളിൽ ഇരുന്നാൽ മതി കേരളത്തിലെ മന്ത്രിമന്ദിരങ്ങളിൽ അഗ്നി എരിയുവാൻ. അവസാന വാചകം കടുപ്പിച്ചാണ് പോപ്സൺ പറഞ്ഞത്. കേരള മുഖ്യമന്ത്രി വിയർത്തുപോയി. മടക്കയാത്രയിൽ തീർത്തും പരിക്ഷീണിതനായിരുന്നു ശിവദാസൻ. ദൗത്യം നടന്നില്ലെന്ന് മാത്രമല്ല, താൻ അപമാനിതനാകുകയും ചെയ്തിരിക്കുന്നു. നാളത്തെ പത്രങ്ങളിൽ ഇത് വാർത്തയാകും. ഒന്നും വേണ്ടിയിരുന്നില്ല. ഇനി എങ്ങനെ അടുത്ത നിയമസഭയെ അഭിമുഖീകരിക്കും? കേരളത്തിൽ തിരിച്ചെത്തിയ മുഖ്യമന്ത്രിയെ പത്ര റിപ്പോർട്ടർമാരുടെ ഒരു പട തന്നെയാണ് എയർപോർട്ടിൽ എതിരേറ്റത്. അദ്ദേഹം അമ്പരന്ന് പോയി. താങ്കൾ അതീവ രഹസ്യമായി ബംഗാളിന് പോകുവാനുണ്ടായ കാരണം എന്താണ്? ചോദ്യങ്ങൾ വീണു തുടങ്ങി. മുഖ്യമന്ത്രി തുറച്ചൊന്ന് നോക്കിയതല്ലാതെ മറുപടി പറഞ്ഞില്ല. പ്രതാപ് അലിമാവോ ബ്രദേഴ്സിനു വേണ്ടി വർക്ക് ചെയ്യാൻ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ടല്ലേ ഈ യാത്ര? അതിനും മറുപടിയില്ല. ചോദ്യങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ നിശബ്ദനാകുന്ന ശീലം ശരിയല്ല. അതെയോ? മുഖ്യമന്ത്രി പണിപ്പെട്ട് ചിരിച്ചു. താങ്കളുടെ യാത്ര കൊണ്ട് പ്രയോജനം ഒന്നും ഉണ്ടായില്ല അല്ലേ? ആവോ, ചോദ്യത്തിനൊപ്പം ഉത്തരങ്ങളും നിങ്ങൾ തന്നെ കണ്ടെത്തുന്നുണ്ടല്ലോ. പ്രതാപിനെ ഇവിടെ തന്നെ തിളപ്പിച്ചിട്ട് മനഃപൂർവ്വം ദ്രോഹിക്കണമെന്ന് താങ്കൾക്ക് എന്താണ് ഇത്ര വാശി? എന്ന് ആര് പറഞ്ഞു? എല്ലാവരും പറയുന്നു. എങ്കിൽ ആ പറഞ്ഞവർക്കാവും വാശി. മുഖ്യമന്ത്രി കാറിനടുത്തെത്താറായി. സാർ, ഒരിക്കൽ ഹോസ്പിറ്റലിൽ വെച്ച് ചോദിച്ച അതേ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കട്ടെ. മീരയ്ക്ക് ഒരു ചെറുപ്പക്കാരനുമായി അടുപ്പമുണ്ടായിരുന്നു അല്ലേ? പ്രതാപുമായി. അതിൻ്റെ ദേഷ്യമല്ലേ താങ്കൾ പ്രതാപിനോട് കാണിക്കുന്നതും മീരയുടെ വിവാഹം വേഗത്തിൽ നടത്തുന്നതും? മുഖ്യമന്ത്രി കണ്ണുകൾ കത്തി. പല്ല് കടിച്ചുകൊണ്ട് അദ്ദേഹം റിപ്പോർട്ടറെ നോക്കി. പോലീസ് ഉദ്യോഗസ്ഥൻ കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തു. അദ്ദേഹം കയറി. ഡോർ അടഞ്ഞു. കാർ പാഞ്ഞുപോയി. ഒപ്പം സൈറൺ മുഴക്കിക്കൊണ്ട് പോലീസ് ജീപ്പും. പ്രതാപ് പലതവണ DGP ഓഫീസിൽ കയറിയിറങ്ങി. ഉടനെ ലീവ് സാങ്ഷൻ ചെയ്തു തരാം എന്നുള്ള മറുപടി അല്ലാതെ ആശാവഹമായ നീക്കങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. വ്യാഴാഴ്ചയാണ് അവൻ കൽക്കത്തയ്ക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് തിങ്കൾ. എന്തായാലും DGPയെ ഒന്ന് നേരിട്ട് കാണണമെന്ന് അവൻ തീരുമാനിച്ചു. പ്രതാപ് കാത്തിരുന്നു. ഉച്ചയാകാറായപ്പോൾ അവന് അദ്ദേഹത്തെ കാണുവാനുള്ള അനുവാദം കിട്ടി. മേലുദ്യോഗസ്ഥന് സല്യൂട്ട് നൽകി. മാന്യമായ പെരുമാറ്റമാണ് അദ്ദേഹത്തിൽ നിന്നും അവന് കിട്ടിയത്. എൻ്റെ കുറ്റം കൊണ്ടല്ല പ്രതാപ് തനിക്ക് ലീവ് കിട്ടാത്തത്. മറ്റു ചിലരുടെ പ്രേരണയാണ്. അത് നടപ്പായില്ലെങ്കിൽ നാളെ ഞാൻ നഷ്ടത്തിലോടുന്ന ഏതെങ്കിലും സർക്കാർ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കും. ഇതൊക്കെ ഞാൻ പ്രതാപിനോടായതുകൊണ്ട് തുറന്നു പറയുകയാണ്, പുറത്തു പോകില്ലെന്ന വിശ്വാസത്തിൽ. അവൻ കേട്ടിരുന്നു. എനിക്ക് 100% സമ്മതമാണ്. എന്തായാലും ലീവ് അനുവദിച്ചു തരാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ സാർ. ശരി. തനിക്ക് ലീവ് കിട്ടില്ലെന്ന് പ്രതാപിന് ഉറപ്പായി. അവൻ പ്രതിപക്ഷ നേതാവിൻ്റെ മകൻ റാം ഗബ്രിയേലുമായി സന്ധിച്ചു. അവൻ തൻ്റെ ഡാഡിയെ കൊണ്ട് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. ശിവദാസൻ യാതൊരു തരത്തിലും വഴങ്ങുന്ന ലക്ഷണം കണ്ടില്ല. പത്രങ്ങളിൽ അടിക്കടി വാർത്തകൾ വന്നു. യാതൊരു പ്രയോജനവുമില്ല. ലീവ് കൊടുക്കേണ്ടത് ഞാനല്ല, DGP ആണ്. ഒരു പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി തുറന്നടിച്ചു. പക്ഷേ അപ്പോഴേക്കും രസകരമായ മറ്റൊരു സംഭവം നടന്നു. DGP 2 ആഴ്ചത്തേക്ക് ലീവ് എടുത്തു. ആരുടെ പ്രേരണയാലാണ് അദ്ദേഹം ലീവ് എടുത്തതെന്ന് പരസ്യമായ രഹസ്യമായിരുന്നു. പ്രതാപ് തളർന്നുപോയി. ചിലന്തി വലയിൽ അകപ്പെട്ട പ്രാണിയാണ് താൻ എന്നവൻ ഓർത്തു. വിനോദും ജോസും അലക്സുമൊക്കെ അവൻ്റെ ഈ അവസ്ഥയിൽ ആത്മാർത്ഥമായും വേദനിച്ചു. ശങ്കറും സുഹൃത്തുക്കളുമൊക്കെ വിജയഭാവത്തിൽ തലയുയർത്തി പിടിച്ചു നടന്നു. ബുധനാഴ്ചയായി. അന്ന് വൈകിട്ടത്തെ പ്രാക്ടീസ് കഴിഞ്ഞ ഉടനെ അവൻ വീട്ടിലേക്ക് പോയി, മനസ്സിൽ ദൃഢമായ ചില തീരുമാനങ്ങളോടെ. പോകുന്ന വഴിക്ക് അവൻ അലിമാവ പ്രദേശുമായി ഫോണിൽ ബന്ധപ്പെട്ടു. അടുത്ത ദിവസം വൈകിട്ടായപ്പോൾ ക്യാമ്പിൽ ആ വാർത്തയറിഞ്ഞു. ശങ്കറും സുഹൃത്തുക്കളുമൊക്കെ വിളറിപ്പോയി. മുഖ്യമന്ത്രിയുടെയും സ്പോർട്സ് മന്ത്രിയുടെയുമൊക്കെ ടെലിഫോണുകൾ ശബ്ദിച്ചു. പ്രതാപ് അന്നത്തെ വിമാനത്തിൽ ബംഗാളിലേക്ക് പോയി, ലീവ് അനുവദിക്കാതെ. അതിൻ്റെ തൊട്ടടുത്ത ദിവസം DGPയുടെ ഓഫീസിൽ ഒരു രജിസ്റ്റേർഡ് കവർ കിട്ടി. അതിൻ്റെ ഫ്രം അഡ്രസ് പ്രതാപിൻ്റേതായിരുന്നു. അസിസ്റ്റന്റ് DGP കവർ തുറന്നു. അതിനുള്ളിൽ പ്രതാപിൻ്റെ രാജികത്തായിരുന്നു. അവൻ്റെ എതിരാളികൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രതാപ് ജോലി രാജിവെച്ചതും കൽക്കത്ത അലിമാവോ പ്രദേശത്തേക്ക് ചേക്കേറിയതുമൊക്കെ പത്രത്തിലൂടെയാണ് മീര അറിഞ്ഞത്. അവൻ്റെ ആ രക്ഷപ്പെടലിൽ അവൾക്ക് അതിലേറ്റ ആഹ്ലാദം തോന്നി. ഇവിടെ നിൽക്കുകയായിരുന്നെങ്കിൽ എല്ലാവരും കൂടി അവനെ ഇഞ്ചിഞ്ചായി കൊല്ലുമെന്ന് അവൾക്കറിയാം.
എന്നിരുന്നാലും അവൻ തന്നിൽ നിന്നകന്ന ആ നഷ്ടബോധം അവളുടെ സന്തോഷത്തിന്മേൽ നിഴൽ വീഴ്ത്തി. മുഖ്യമന്ത്രിക്ക് അരിശമായിരുന്നു. അരിമാവ് ബ്രദേഴ്സ് പരസ്യമായി തന്നെ വെല്ലുവിളിച്ചതാണ്. എന്നിട്ടും എന്തേ ഇത്തരം ഒരു സാധ്യതയെക്കുറിച്ച് ചിന്തിച്ചില്ല? വിവാഹത്തിന് ഇനി അധിക ദിവസമൊന്നുമില്ല. ക്ഷണക്കത്തുകൾ പ്രിന്റ് ചെയ്തിരുന്നു, അത്യധികം ആഡംബരത്തോടെ. മന്ത്രിയും പത്നിയും 2 വഴികളിലൂടെയാണ് ക്ഷണിക്കാനായി ഇറങ്ങിയത്. എങ്കിലേ മുഴുവൻ വിളിച്ചു തീർക്കാൻ കഴിയൂ. മീര ആരെയും വിളിച്ചില്ല, തൻ്റെ അടുത്ത കൂട്ടുകാരികളെപ്പോലും. തൻ്റെ വിവാഹമാണെന്നേ അവൾക്ക് ചിന്ത പോലുമില്ല. ഒരു തരം മരവിപ്പ് ബാധിച്ച അവസ്ഥയിൽ അവൾ അങ്ങനെ കഴിഞ്ഞു. അലിമാവ് ബ്രദേഴ്സിൽ എത്തിച്ചേർന്ന പ്രതാപിന് ഹൃദ്യമായ സ്വീകരണമാണ് ലഭിച്ചത്. അവരുടെ ടീം ഡോക്ടർ തന്നെ അവനെ വിവിധ ടെസ്റ്റുകൾക്ക് വിധേയമാക്കി. ആദ്യത്തെ 1-2 ദിവസം അവന് റെസ്റ്റായിരുന്നു. അതിനുശേഷം ഗബ്ബർ സിംഗിൻ്റെ കീഴിൽ കോച്ചിങ് തുടങ്ങി. തനിക്ക് നഷ്ടപ്പെട്ട വീര്യം തിരിച്ചു കിട്ടുന്നത് പ്രതാപ് തിരിച്ചറിഞ്ഞു. മാത്രമല്ല, അവന് വാശിയായിരുന്നു. തന്നെ തള്ളിപ്പറഞ്ഞവരോട് പക വീട്ടണം. അതിന് താൻ കളിക്കളത്തിൽ മിന്നിത്തിളങ്ങണം. അതിനുവേണ്ടി എന്തും സഹിക്കുവാൻ അവൻ സന്നദ്ധനായിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവൻ ഒരു കാര്യം പറഞ്ഞു. താൻ കുറെ കൂടി നേരത്തെ ഇവിടെ എത്തേണ്ടതായിരുന്നു. പരസ്പരം സ്നേഹവും വിശ്വാസവുമുള്ള കളിക്കാരുടെ ന്യായമായ ഏതാവശ്യവും നടത്തിക്കൊടുക്കാൻ സന്നദ്ധരായ മാനേജ്മെൻറ്റ്. മെച്ചപ്പെട്ട പാർപ്പിട സൗകര്യങ്ങളും ഭക്ഷണവും. പോലീസ് ടീമിനെ അപേക്ഷിച്ച് അവിടം സ്വർഗമായിരുന്നു. അലിമാവ് ബ്രദേഴ്സിലെ കളിക്കാർക്കൊക്കെ അവന് വലിയ കാര്യമായി. പ്രതാപ് എല്ലാ വിവരവും കാണിച്ച് വീട്ടിലേക്ക് കത്തെഴുതി. ഗോൾഡ് കപ്പ് അടുത്തു വരികയാണ്. കഴിഞ്ഞ വർഷം ആ സമയത്ത് താൻ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തിറങ്ങിയതേയുള്ളൂ. ബംഗാളിൻ്റെ അയൽ സംസ്ഥാനങ്ങളിലൊന്നായ ഒറീസയിൽ വെച്ചാണ് മത്സരം. കേരള പോലീസും രംഗത്ത് കാണും. ഒന്ന് കളിക്കണം. ഇത്തവണയെങ്കിലും ഗോൾഡ് കപ്പിൽ മുത്തമിടണം. എത്രയോ വർഷം മുമ്പ് തുടങ്ങിയ ആഗ്രഹമാണത്. ഗോൾഡ് കപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അവൻ പ്രാക്ടീസിൽ മുഴുകി. ശങ്കറും മീരയും തമ്മിലുള്ള വിവാഹത്തിൻ്റെ തലേ ദിവസം മുഖ്യമന്ത്രിയുടെ വസതിയിൽ 2 ദിവസങ്ങൾക്ക് മുമ്പ് മുതലേ അതിഥികളുടെ വരവ് തുടങ്ങിയതാണ്. മീരയുടെ അതേ പ്രായമുള്ള പെൺകുട്ടികളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ അവരോട് പോലും അവൾ അത്ര താല്പര്യം കാട്ടിയില്ല. സാധാരണ പെൺകുട്ടികൾക്കുണ്ടാവുന്ന ആശങ്കയോ ലജ്ജയോ ഒന്നും തന്നെ അവൾക്കില്ലായിരുന്നു. ഈ രാത്രിയിൽ താൻ അങ്ങ് മരിച്ചു പോയിരുന്നെങ്കിലെന്ന് അവൾ ആഗ്രഹിക്കുകയായിരുന്നു. കടൽക്കരയിൽ വെച്ച് പ്രതാപനോട് പറഞ്ഞത് പാലിക്കാൻ തനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് അവൾ സങ്കടത്തോടെ ചിന്തിച്ചു. പ്രതാപല്ലാതെ മറ്റൊരു പുരുഷനാണെങ്കിലും തൻ്റെ ശവശരീരത്തിലെ താലി ചാർത്തു എന്നായിരുന്നു താൻ പറഞ്ഞത്. പക്ഷേ പ്രതാപ് അങ്ങയ്ക്കും അങ്ങയുടെ കുടുംബത്തിന് യാതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ മീര ഇപ്പോൾ ജീവനോടിരിക്കുന്നത്. പക്ഷേ ആ സത്യം അങ്ങയെ അറിയിക്കുവാൻ കഴിയാത്തതിൽ എനിക്ക് അതിയായ ദുഃഖമുണ്ട്. താഴെ പന്തലിൽ പൊട്ടിച്ചിരികളും ബഹളമുളൊക്കെ കേൾക്കുന്നു. മീര അസഹ്യതയോടെ ജനൽ വലിച്ചടച്ചു. ഇരുട്ട് വീണു. രാത്രി കനത്തു. ഇരുളിൽ തുറച്ചു നോക്കിക്കൊണ്ട് മീര കിടന്നു. നാളെ തൻ്റെ കഴുത്തിൽ കൊലക്കയർ വീഴും. പിന്നെ ഈ ജന്മത്തിലിനി മോചനമില്ല. തൻ്റെ വിധിയിൽ സ്വയം പഴിച്ചുകൊണ്ട് അവൾ തലയിണയിൽ തല തല്ലിക്കരഞ്ഞു. അടുത്ത ദിവസം അതിരാവിലെ തന്നെ തലസ്ഥാനത്തെ പ്രസിദ്ധമായ ബ്യൂട്ടീഷ്യനെത്തി. ഒരു മരപ്പാവ് കണക്കെ അവൾ ഇരുന്നു കൊടുത്തു. മുറ്റത്തെ വിശാലമായ പന്തലിൽ ആൾക്കാർ തിക്കിത്തിരക്കി. സമൂഹത്തിലെ വമ്പൻ തിമിംഗലങ്ങളൊക്കെ എത്തിച്ചേർന്നു തുടങ്ങി. മുഖ്യമന്ത്രിയും പത്നിയും മുഖം നിറയെ പുഞ്ചിരിയുമായി അതിഥികളെ സ്വീകരിച്ചു. വരനും കൂട്ടരും എത്തി. ചടങ്ങുകൾ ആരംഭിക്കുകയായി. ചുവന്ന പട്ടിൽ ഒരു അപ്സരസിനെ പോലെ മീര. വരനും വധുവും മണ്ഡപത്തിലേക്ക് ആനയിക്കപ്പെട്ടു. ശങ്കറുടെ അരികിൽ കുനിഞ്ഞ ശിരസ്സോടെ മീരയിരുന്നു. ശങ്കറുടെ അടുത്ത സുഹൃത്തുക്കളും കോച്ച് സാം ലൂയിസും കസേരയിൽ ഇരിക്കാതെ മണ്ഡപത്തിനരികിൽ തന്നെയുണ്ട്, ഒരുതരം വെളിച്ച വിറ്റുകളും പറഞ്ഞുകൊണ്ട്. പെട്ടെന്ന് മീര ഒരു കാര്യം പറഞ്ഞു. ശങ്കറിൽ നിന്നും മദ്യത്തിൻ്റെ അതിരൂക്ഷമായ ഗന്ധം ഉതിരുന്നു. ഛേ! അവൾ അവജ്ഞയോടെ തല വെട്ടിത്തിരിച്ചു. പിന്നെ പെട്ടെന്നോർത്തു, ഈ മനുഷ്യനിൽ നിന്ന് താൻ ഒന്നും ആഗ്രഹിച്ചിരുന്നില്ലല്ലോ. ഇയാൾ എങ്ങനെയായിരുന്നാലും തനിക്കൊന്നുമില്ല. കെണിയിൽ അകപ്പെട്ടു പോയ ഇര മാത്രമാണ് താൻ. കൊല്ലുകയോ തിന്നുകയോ ആവാം. വേടൻ എത്രക്കാരനുമായിക്കൊള്ളട്ടെ. മുഹൂർത്തം ആഗതമായി. ശങ്കർ താലി ചാർത്തിയ ആ നിമിഷം ഒരു സർപ്പം കഴുത്തിൽ വീണതുപോലെ പിടഞ്ഞുപോയി മീര. കണ്ണടച്ച് പല്ല് കടിച്ച് അവൾ സഹിച്ചു. എന്നേക്കുമായി തന്നെ ബന്ധിപ്പിക്കുന്ന ആ ചങ്ങല കഴുത്തിൽ വീണു കഴിഞ്ഞു. അടിമ. അതെ, താൻ അടിമയായിരിക്കുന്നു. അവകാശങ്ങളില്ലാത്ത, അഭിപ്രായങ്ങളില്ലാത്ത, അഭിലാഷങ്ങളില്ലാത്ത അടിമ. അവളുടെ കൺകോളിൽ ഒരു തുള്ളി കണ്ണീർ മുട്ടിട്ടു. ആരുമറിയാതെ അവളത് കർച്ചീഫിൽ ഒതുക്കി. പക്ഷേ ശങ്കർ കണ്ടു. അവൻ്റെ മുഖത്ത് ലോകം പിടിച്ചടക്കിയതുപോലെ ഒരു ചിരിയുണ്ടായി. ഫോട്ടോഗ്രാഫർമാരുടെയും വീഡിയോഗ്രാഫർമാരുടെയും തിരക്ക്. കേരളം കണ്ട ഏറ്റവും വലിയ വിവാഹങ്ങളിലൊന്ന്. മണ്ഡപത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മീര ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. പിന്നെ ശങ്കറുടെ കൂട്ടുകാരെ പരിചയപ്പെടൽ. ഡാഡിയുടെ കൂടെ അദ്ദേഹം കാട്ടിക്കൊടുത്തവരെയൊക്കെ തൊഴുക. മമ്മിയുടെ പൊങ്ങച്ചക്കാരികളായ മഹിളാ സമാജം പ്രവർത്തകർക്കിടയിൽ എല്ലാം മീര ഒരു യന്ത്രപ്പാവയായി അനുസരിച്ചു. വിഭവസമൃദ്ധമായ സദ്യ കഴിഞ്ഞു. അതിഥികൾ പിരിഞ്ഞു തുടങ്ങി. വരനും വധുവും പുറപ്പെടേണ്ട നേരമായി. മീര ഡാഡിയുടെയും മമ്മിയുടെയും അരികിൽ ചെന്നു. അവരുടെ അരികിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല അപ്പോൾ. ഞാൻ പോട്ടെ? പോയിട്ട് വരാമെന്ന് പറ മോളെ, ആർദ്ര പറഞ്ഞു. ഇല്ല, ആ വീട്ടിൽ കാൽ കുത്തുന്നതിന് മുമ്പ് വഴിയിൽ വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി മരിക്കണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. മീരെ, അമ്പരപ്പോടെ ശിവദാസൻ വിളിച്ചു. പിന്നെ ആരെങ്കിലും ഇത് കേട്ടോ എന്നറിയാൻ ചുറ്റും നോക്കി. നീ എന്താ മോളെ ഈ പറയുന്നത്? സത്യം
എൻ്റെ ആഗ്രഹങ്ങളൊന്നും ഈശ്വരൻ സാധിച്ചു തന്നിട്ടില്ല. ഇതെങ്കിലും സാധിച്ചിരുന്നെങ്കിൽ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ കാറിനടുത്തേക്ക് നീങ്ങി. കണ്ടു നിന്നിരുന്നവർ കരുതിയത് മാതാപിതാക്കളെ പിരിയുന്നതിനുള്ള വേദനയായിരിക്കുമെന്നാണ്. ശങ്കറിന് സമീപം കാറിലിരിക്കുമ്പോൾ വൃത്തികെട്ട ഏതോ വന്യമൃഗത്തിൻ്റെ സാമീപ്യമാണ് അവൾക്ക് തോന്നിയത്. വാഹനങ്ങൾ നിരനിരയായി നീങ്ങി. മുന്നിൽ പോകുന്ന കാറിലിരുന്ന് കോച്ച് സാം ലൂയിസും സൈമണും ആൻഡ്രൂസും കൈയടിച്ചു പാടുന്നു. ഇടയ്ക്കിടയ്ക്ക് പിന്നിലേക്ക് നോക്കുകയും കൈ ഉയർത്തി വീശുകയും ചെയ്യുന്നു. ചില അഞ്ചാംകിട തെരുവ് പിള്ളേരെ പോലെ. മീര മുഖം കുനിച്ചു. ശങ്കറുടെ വീട് 2 നിലകളുള്ള ഒരു ചെറിയ കൊട്ടാരം എന്ന് വേണമെങ്കിൽ പറയാം. വിശാലമായ ഒരു മതിൽക്കെട്ടിനുള്ളിലെ ഏക കെട്ടിടം. മുറ്റത്ത് മനോഹരമായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഗാർഡനും നീന്തൽക്കുളവും ഒരു പാർക്കിങ്ങിനേക്കാൾ ഭംഗി തോന്നിപ്പിക്കുന്നതായിരുന്നു. ഗാർഡന് നടുവിൽ ജലധാര, അതിൽ മത്സ്യകന്യക. പക്ഷേ അതൊന്നും മീരയുടെ ഹൃദയത്തിൽ പതിഞ്ഞില്ല. ഡ്രൈവേയിലൂടെ പോസ്റ്റിലെത്തിയ കാർ നിൽക്കുമ്പോൾ തന്നെ വാതിൽക്കൽ നിലവിളക്കുമായി ഒരു മധ്യവയസ്ക പ്രത്യക്ഷപ്പെട്ടു. സ്പോർട്സ് മന്ത്രി അരവിന്ദാക്ഷൻ്റെ ഭാര്യ. നിലവിളക്ക് നൽകി അവർ മരുമകളെ സ്വീകരിച്ചു. വലതുകാൽ വെച്ച് കയറുമോളെ. മീര ഉള്ളിൽ ചിരിച്ചു. ബലിമൃഗം എങ്ങനെ കയറിയാൽ എന്ത്? രാവിലത്തെ പ്രാക്ടീസ് കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ പ്രതാപ് ഓർത്തു, ഇന്നാണ് മീരയുടെ വിവാഹം. അറിയാതെ മനസ്സിൽ ഒരു മുള്ളു കൊണ്ടു. നഷ്ടബോധത്തിൻ്റെ നീറ്റൽ അനുഭവപ്പെട്ടു. പക്ഷേ മനസ്സിനെ ശാസിച്ചു. അരുത്, പതറരുത്. നിനക്ക് നിൻ്റെ ലക്ഷ്യങ്ങളാണ് വലുത്. ഇന്ന് അവൾ നിൻ്റെ ആരുമല്ല. ഒന്നും വിധിച്ചിട്ടില്ലെന്ന് കരുതി സമാധാനിക്കുക. ഒരു സുഹൃത്ത് കടന്നു വന്നു. പ്രതാപിനൊരു ഫോൺ കോൾ. അവൻ വേഗം ചെന്ന് അറ്റൻഡ് ചെയ്തു. അപ്പുറത്ത് പഞ്ചുവായിരുന്നു. അളിയോ, ഞാൻ കേരളത്തിൽ നിന്ന് വിളിക്കുക. കൽക്കട്ടയിൽ കേൾക്കാമോ? കേൾക്കാം. അച്ഛൻ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. പിന്നെ സുമചേച്ചിക്ക് വിവാഹാലോചന. അത് പറയാനാണ് വിളിച്ചത്. നമുക്ക് തൃപ്തിയാകുന്നതാണെങ്കിൽ മറ്റൊന്നും നോക്കണ്ട, തീരുമാനിച്ചേരെ. ഒരു കാര്യം ചെയ്യേ, നീ റിസീവർ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. അയ്യോ, ഞാൻ തന്നെ സംസാരിച്ചാൽ മതിയെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. എങ്കിലെല്ലാം തീരുമാനിച്ചിട്ട് എന്നെ അറിയിക്കേ. കുറച്ച് പണം കൂടി വേണ്ടി വരും. ഒക്കെ ശരിയാക്കാം. അടുത്തിടെ എങ്ങാനും കളിയുണ്ടോ? വയ്ക്കട ഫോൺ. പഞ്ചു അറിയാതെ റിസീവർ വെച്ചു. മീരയുടെ ആദ്യ രാത്രി. സന്ധ്യ കഴിഞ്ഞപ്പോഴേ കോച്ച് സാം ലൂയിസും സൈമണും ആൻഡ്രൂസും എത്തിച്ചേർന്നതാണ്. ഗാർഡനിൽ കസേരകളും ടീപ്പോയും എടുത്തിട്ട് മദ്യപിക്കുകയാണ് അവരൊപ്പം ചേർന്ന ശങ്കറും. സ്പോർട്സ് മന്ത്രി അരവിന്ദാക്ഷൻ അവിടെ ഉണ്ടായിരുന്നില്ല. മീര ജനാലയ്ക്കൽ വന്ന് താഴേക്ക് നോക്കി. പൊട്ടിച്ചിരികളും ഉച്ചത്തിലുള്ള സംസാരവും തുടരുകയാണ്. അളിയ, കാര്യമൊക്കെ കൊള്ളാം. കല്യാണം കഴിഞ്ഞെന്ന് വെച്ച് പ്രാക്ടീസ് നിർത്തി കളയരുത്, ആൻഡ്രൂസ് ഓർമ്മിപ്പിച്ചു. കല്യാണം കഴിയുമ്പോഴല്ലടാ പ്രാക്ടീസ് കൂടുന്നത്, സൈമൺ ചിരിച്ചു. ഞാൻ ഫുട്ബോൾ കളിയുടെ കാര്യമാണ് പറഞ്ഞത്. എല്ലാം ഒന്ന് തന്നെയാ. മീരയുടെ തോളിൽ ഒരു കരം അമർന്നു. അവൾ തിരിഞ്ഞു നോക്കി. ആൻറ്റി, അരവിന്ദാക്ഷൻ്റെ ഭാര്യ സൗദാമിനി. ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ ഒരു പൊങ്ങച്ചക്കാരിയാണെന്ന് തോന്നുമായിരുന്നെങ്കിലും വെറും സാധുവാണെന്ന് പിന്നീട് മനസ്സിലാക്കുവാൻ മീരയ്ക്ക് ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ കഴിഞ്ഞിരുന്നു. മോൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ല. അവൾ ചിരിക്കാൻ ശ്രമിച്ചു. ഈ വീട്ടിൽ മനുഷ്യപ്പറ്റുള്ളത് ഈ സ്ത്രീക്ക് മാത്രമാണെന്ന് അവൾക്ക് തോന്നി. ജനാലയിലൂടെ താഴേക്ക് നോക്കിയ അവർ കോപത്തോടെ തലത്തിരിച്ചു. മാനേഴ്സ് ഇല്ലാത്ത കൂട്ടങ്ങൾ. ഇന്നത്തെ ഈ ദിവസമേ കണ്ടുള്ളൂ നോൺസെൻസിന് മദ്യപിക്കുവാൻ. അതെങ്ങനെയാ? കൊമ്പൻ പോകുന്നതല്ലേ മോഴയ്ക്ക് വഴി. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല മോളെ. അവർ ദീർഘമായി നിശ്വസിച്ചു. ഇനി നിനക്ക് കഴിയുമെങ്കിലൊക്കെ തിരുത്തിയെടുക്കാൻ നോക്ക്. കഴിയുമെന്നോ ഇല്ലെന്നോ മീര പറഞ്ഞില്ല. മോൾക്ക് വിശക്കുന്നില്ലേ? ഇല്ല. ക്ലോക്കിൽ 10 അടിച്ചു. ഒരു കാർ ഗേറ്റ് കടന്നു വന്നു. അതിൽ നിന്നും അരവിന്ദാക്ഷൻ ഇറങ്ങി. ആഹാ, ഇതുവരെ നിർത്തിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഗാർഡനിലേക്ക് ചെന്നു. നിർത്തിയെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആൻഡ്രൂസ് ഗ്ലാസ്സിൽ അവശേഷിച്ചതും അകത്താക്കിയിട്ട് എണീറ്റു. എന്നാൽ ഗുഡ് നൈറ്റ് സാർ. സാം ലൂയിസ് നടന്നു കഴിഞ്ഞു. ശങ്കർ, നിന്നോട് കൂടിയാ ഗുഡ് നൈറ്റ് പറഞ്ഞത്. ഓക്കെ, ഗുഡ് നൈറ്റ്. കൂട്ടുകാരും യാത്ര പറഞ്ഞു. നീ ഓവറായിപ്പോയി, വേച്ച് തന്നോടൊപ്പം നടക്കുന്ന അനന്തരവനോട് മന്ത്രി പറഞ്ഞു. അതൊക്കെ അങ്കിളിന് തോന്നുന്നതാ. തീൻമേശയിൽ വിഭവങ്ങൾ റെഡി. അവർ ഇരുന്നു. സൗദാമിനി പോയി മീരയെ കൂടി വിളിച്ചുകൊണ്ട് വന്നു. കുനിഞ്ഞ മുഖത്തോടെ അവളും ഇരുന്നു. അരവിന്ദാക്ഷൻ്റെ ചോദ്യങ്ങൾക്ക് ഒറ്റ വാക്കുകൾ കൊണ്ട് ഉത്തരം നൽകി. എത്രയും വേഗം അവിടെ നിന്നും എണീറ്റാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക്. തിരികെ മുറിയിലെത്തിയ മീരയ്ക്ക് തന്നോട് തന്നെ പുച്ഛം തോന്നി. ഇത്രയും കാലം കാത്തു സൂക്ഷിച്ചതെല്ലാം ഇതാ ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടാൻ പോകുന്നുവെന്നുള്ള ഓർമ്മ അവളെ ഭയചകിതയാക്കി. ഒരു സ്ട്രീറ്റ് പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ വില പോലും ശങ്കർ തനിക്ക് കൽപ്പിക്കുമെന്ന് തോന്നുന്നില്ല. കുഴഞ്ഞ കാലുകളോടെയാണ് ശങ്കർ മുറിയിലെത്തിയത്. മീരക്കിടക്കയിൽ നിന്ന് എണീറ്റു. അവൻ തന്നെ വാതിലടിച്ച് തഴുതിട്ടു. രാജകുമാരി കാത്തിരുന്ന് മുഷിഞ്ഞോ? ചോദ്യവും ഒരു വിടലച്ചിരിയും. അവൾ മുഖം തിരിച്ചു. അവൻ അടുത്തെത്തി. അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊന്നും നിനക്ക് സൂചിക്കത്തില്ലെന്ന് എനിക്കറിയാമടി. നിന്റെ മനസ്സിൽ ഇപ്പോഴും മറ്റവനല്ലേ ആ തെണ്ടി പ്രതാപ്. ശങ്കർ പ്ലീസ്. എന്തോന്ന്? നീ പോടിപ്പില്ല അവിടുന്ന്. അവൻ്റെ മുന്നിൽ ഞാൻ ജയിച്ചു തുടങ്ങിയിട്ടേ ഉള്ളടി. അതിൻ്റെ തുടക്കമാണ് നിന്നെ സ്വന്തമാക്കിയതിലൂടെ. ഇനി വച്ചടി കയറ്റമായിരിക്കും. നീ നോക്കിക്കോ. അവനെ എൻ്റെ കാൽ കീഴിലിട്ട് ചവിട്ടി ഇറക്കി ഞാൻ നിൻ്റെ മുന്നിൽ വെച്ച്. കൽക്കട്ടയിലല്ല,
കാലിഫോർണിയയിൽ ആണെങ്കിലും അവനെ വരുത്തി വിഷമിറക്കിക്കും ഞാൻ. ശങ്കർ കിടക്കയിലിരുന്നു. ഇന്ന് നമ്മുടെ ആദ്യരാത്രിയല്ലേ? എന്തോന്നോ ആദ്യരാത്രി? അവൻ്റെ കൂടെ നീ കുറേ രാത്രികൾ കഴിഞ്ഞിട്ടുള്ളതല്ലേ ശങ്കർ? അവൻ തൻ്റെ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്തത് അവൾക്കൊട്ടും ഇഷ്ടമായില്ല. എന്താടി, സൂചിച്ചില്ലേ? ഞാൻ ചോദിച്ചതിനോടേ കുറ്റം. അവന് വേണ്ടി എത്ര തവണ നീ ഉടുത്തുണി അഴിച്ചിട്ടുണ്ടടി? തീയിൽ വീണ പോലെ പിടഞ്ഞുപോയി മീര. ലോകത്ത് ഒരു പെണ്ണിനും ഇത്രയും ആക്ഷേപം സഹിക്കേണ്ടി വന്നിരിക്കില്ല. കൈ കാണിട്ടടി. അവൻ അവളുടെ വലത് കൈ പിടിച്ചു നോക്കി. കാമുകന് വേണ്ടി കുറേ ചോര ഒഴുക്കിയതല്ലേ നീ? അവൻ ചിരിച്ചു. പലിശയുടെ പലിശയും ചേർത്ത് നിനക്ക് ഞാൻ തരും. എന്നെ നിനക്ക് പുച്ഛമായിരുന്നില്ലേ? അവൻ അവളെ ഉയർത്തി കിടക്കയിലേക്ക് തള്ളി. പുറത്ത് കിളികൾ ചിലയ്ക്കുന്നത് കേട്ടാണ് മീര ഉണർന്നത്. കണ്ണുകൾ ചിമ്മിത്തുറന്ന് അവൾ ചുറ്റും നോക്കി. വെന്റിലേഷനിലൂടെ വെളിച്ചം അരിച്ചിറങ്ങുന്നു. ഭിത്തിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ക്ലോക്കിൽ 7 മണി കഴിഞ്ഞിരിക്കുന്നത് അവൾ കണ്ടു. തൻ്റെ അടുത്ത് കിടന്ന് കൂർക്കം വലിച്ചുറങ്ങുന്ന ശങ്കറെ പുച്ഛത്തോടെ നോക്കിയിട്ട് തൻ്റെ നഗ്നതയിലേക്ക് അവൾ വസ്ത്രം നീക്കിയിട്ടു. എന്തൊരു ആക്രമണമായിരുന്നു ഇന്നലെ! അതും എത്ര തവണ! ലോകത്ത് ഒരു പുരുഷന് തൻ്റെ ഭാര്യയോട് ഇത്രയും ക്രൂരത കാട്ടിയിട്ടുണ്ടാവില്ല. ശരീരത്ത് ഇടിച്ചു നുറങ്ങിയ വേദന, അടിവയർ പൊട്ടിപ്പിളരുന്നതുപോലെ മീരയ്ക്ക് എണീക്കുവാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും എടുത്ത് അവൻ്റെ ശിരസിൽ ആഞ്ഞടിച്ചാലോ എന്ന് പോലും അവൾ ചിന്തിക്കാതിരുന്നില്ല. ഏതാനും നിമിഷങ്ങളോളം അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നിട്ട് വേച്ച് അവൾ ബാത്റൂമിലേക്ക് നടന്നു. പ്രതാപ് കൽക്കത്തയിലെ അലിമാവോ പ്രദേശത്തിൽ എത്തിയിട്ട് 1 മാസം പിന്നിടുന്നു. ഇപ്പോൾ അവൻ്റെ ജേഴ്സി നമ്പർ 17 അവരുടെ 10ാം നമ്പറുകാരൻ ഗോവക്കാരനാണ്. അവൻ എത്തിയ ശേഷമുള്ള ആദ്യ മത്സരത്തിന് ടീം തയ്യാറാക്കുകയാണ്. ഓൾ ഇന്ത്യ ഫുട്ബോൾ അസോസിയേഷൻ അംഗീകരിച്ച മത്സരം തന്നെയാണ്. ഇത് മൈസൂരിൽ വെച്ച് നടക്കും. ഇനി 3 ദിവസങ്ങൾ മാത്രം. ടീം യാത്രയ്ക്ക് തയ്യാറായി. ദുഃഖത്തോടെ പ്രതാപ് ഒരു കാര്യം അറിഞ്ഞു. ഈ മത്സരത്തിൽ കേരള പോലീസ് പങ്കെടുക്കുന്നില്ല. അതൊരു വലിയ നഷ്ടമായി തന്നെ അവന് തോന്നി. അവർ കൂടി വേണമായിരുന്നു ശങ്കറെ നേരിട്ടൊന്ന് കാണാൻ. ആദ്യ ദിവസം അലിമാവോ ബ്രദേഴ്സിന് മത്സരമില്ല. 2ാം ദിവസം പഞ്ചാബിനെയാണ് നേരിടുന്നത് അവർ. ഇവിടെയും പ്രതാപിന് ആക്രമണ നിരയിൽ മധ്യഭാഗത്താണ് സ്ഥാനം. അവരുടെ ദിവസം വന്നെത്തി. കഴിഞ്ഞ വർഷത്തെ റണ്ണർ അപ്പായിരുന്ന പഞ്ചാബ്. പ്രതിരോധത്തിനും ആക്രമണത്തിനും ഒരേപോലെ ശ്രദ്ധിക്കുന്നവർ. കായികശേഷിയിൽ മറ്റുള്ളവരെക്കാൾ ഒരു പടി കൂടി മുന്നിൽ. മത്സരം തുടങ്ങി. തുടക്കത്തിലെ കൽക്കത്ത അലിമാവോ ബ്രദേഴ്സ് ആക്രമിച്ച് കളിക്കുകയായിരുന്നു. മാസങ്ങൾക്ക് ശേഷം കളിക്കളത്തിലെത്തിയ പ്രതാപ് കയ്യും മെയ്യും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം. സുനിൽ ദത്തിനും നിശാന്തിനും മാറി മാറി കുറിയ പാസുകൾ നൽകിയിട്ട് ഓടിക്കയറി. വീണ്ടും പന്ത് പ്രതാപിലേക്ക് തന്നെ. പഞ്ചാബിൻ്റെ പ്രതിരോധ നിരക്കാർ പ്രതാപിനെ വളഞ്ഞു. അവന് അവരെ കടക്കുവാൻ കഴിഞ്ഞില്ല. പഞ്ചാബിൻ്റെ തന്ത്രം അവന് മനസ്സിലായി. എല്ലാവരും കൂടി ചേർന്ന് പന്ത് വാങ്ങുക. ഇതിനിടെ കൽക്കത്ത ഗോൾമുഖത്ത് അവർ അപകടം സൃഷ്ടിച്ചു. ഇഞ്ചുകളുടെ വ്യത്യാസത്തിൽ പന്ത് പുറത്തേക്ക് പാഞ്ഞു. 2 ടീമുകൾക്കും പരസ്പരം ശത്രുക്കളുടെ ശക്തി മനസ്സിലായി. കാണികൾ വിധിയെഴുത്ത് തുടങ്ങി. ഏതെങ്കിലും പോസ്റ്റിൽ ഗോൾ വീണാൽ പിന്നീട് നോക്കണ്ട. അത്രയ്ക്ക് ടൈറ്റ് ഫൈറ്റാണ്. ഹാഫ് ടൈം ആകാൻ ഇനി ഏതാനും മിനിറ്റുകളേയുള്ളൂ. ഇതുവരെ ഇരുകൂട്ടരും ഗോളുകളൊന്നും സ്കോർ ചെയ്തിട്ടില്ല. പ്രതാപ്, സുനിൽ ദത്ത്, നിശാന്തിൻ്റെ മറ്റൊരു മുന്നേറ്റം. പഞ്ചാബ് ഡിഫൻഡർമാരുടെ തന്ത്രം പിഴയ്ക്കുന്നു. ഒരുവൻ്റെ തലയ്ക്ക് മുകളിലൂടെ പന്ത് അപ്പുറത്തേക്ക് മറിച്ചിട്ട് പ്രതാപ് ഓടിക്കയറി. ഇരുവശത്തു നിന്നും 2 ഡിഫൻഡർമാർ പാഞ്ഞു വരുന്നു. മുന്നിൽ ഗോളിയും ഒരാളും മാത്രം. അവനൊന്ന് കറങ്ങിത്തിരിഞ്ഞു. കാലുകളിലേക്ക് ശക്തി മുഴുവൻ ആവാഹിച്ചു. പെനാൽറ്റി ബോക്സിന് പുറത്തു നിന്ന് തന്നെ ഒറ്റയടി. ബോൾ ഔട്ടാകുമെന്ന് എല്ലാവരും കരുതി, ഗോളി പോലും. പക്ഷേ ഇടതുഭാഗത്തെ ഗോൾ പോസ്റ്റിൻ്റെ അകത്തുവശത്ത് മുട്ടിയ പന്ത് കൃത്യം നെറ്റിനുള്ളിലേക്ക്. അമ്പരന്ന് നിന്ന ഗോളി തല്ലിയടിച്ച് വിഷമത്തോടെ തറയിൽ വീണു. പഞ്ചാബ് കളിക്കാർ ശ്വാസം കഴിക്കാൻ മറന്നു നിന്ന ഒരു നിമിഷം. അത് ഗോളായി എന്ന് വിശ്വസിക്കാൻ അവർക്കിപ്പോഴും കഴിയുന്നില്ല. ഡിഫൻഡർമാർ തിരിഞ്ഞ് അമ്പരപ്പോടെ പ്രതാപിനെ നോക്കി. കൂട്ടുകാർ അവനെ കെട്ടിപ്പിടിച്ച് ആഹ്ലാദം പങ്കിടുന്നതാണ് കണ്ടത്. കോച്ച് ഗബ്ബർ സിംഗ് തുള്ളിച്ചാടി. പോപ്സൺ അലിമാവയുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഹാഫ് ടൈമായി. ഗബ്ബർ സിംഗ് അവർക്ക് പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞു. കരുത്തന്മാരായ പഞ്ചാബിനെ തോൽപ്പിച്ചാൽ തങ്ങൾ ഫൈനലിൽ എത്തിയെന്ന് തന്നെ വ്യക്തം. കളി തുടർന്നു. പ്രതാപ് ഒരു തവണ കൂടി ലക്ഷ്യം കണ്ടു. ഏവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു ഗോൾ. മധ്യനിരയിൽ നിന്നും ക്യാപ്റ്റൻ സുഖ്ദേവ് നൽകിയ പന്തുമായി ഒറ്റയ്ക്ക് കുതിക്കുകയായിരുന്നു പ്രതാപ്. മുന്നിലെത്തി എതിരാളികൾക്കെല്ലാം പിഴവ് പറ്റി. ഡിഫൻഡർമാർ കാലിടറി വീണു. അവൻ്റെ ആ ശക്തിക്ക് മുന്നിൽ ഫൗൾ ചെയ്യാൻ പോലും അവർക്കായില്ല. ഗോളി ഡ്രൈവ് ചെയ്തു നോക്കി, കിട്ടിയില്ല. ടൂർണമെൻ്റ് കണ്ട അതിമനോഹരമായ 2ാം ഗോൾ. അതോടെ പഞ്ചാബുകാരുടെ ആത്മവീര്യം നഷ്ടമായി. തുടരെ പഞ്ചാബ് ഗോളി പരീക്ഷിക്കുവാൻ തുടങ്ങി. ഇനിയും തങ്ങൾക്ക് ഗോൾ വീഴും എന്നുറപ്പായതോടെ പ്രതിരോധത്തിൽ മാത്രമായി അവരുടെ ശ്രദ്ധ. അതോടെ കൽക്കത്തയുടെ ഗോളിക്ക് വിശ്രമമായി. മത്സരം അവസാനിച്ചു. കാണികൾ ഗ്യാലറിയിൽ നൃത്തം ചെയ്തു. പ്രതാപ് കൈയുയർത്തി വീശി. ഹർഷപുളകത്തോടെ അവരും അപ്രകാരം ചെയ്തു. കോച്ചും ടീം മാനേജറും മറ്റും കളിക്കാരുമെല്ലാം പ്രതാപിനെ അഭിനന്ദിച്ചു.
കളങ്കമില്ലാത്ത അഭിനന്ദനം. അവൻ്റെ ഹൃദയം തുടിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. ഓരോ മത്സരങ്ങളിലും വിജയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അലിമാവ് ബ്രദേഴ്സിന്. അവസാനം അവർ ഫൈനലിലെത്തി. പ്രതാപ് ഗോളടിക്കാത്ത ഒറ്റ മത്സരങ്ങളും അവർക്കില്ലായിരുന്നു താനും. ഫൈനലിൽ അവർക്ക് നേരിടേണ്ടി വന്നത് കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായ മഹാരാഷ്ട്രയെയാണ്. നമ്മൾ ജയിക്കും. കഴിഞ്ഞ കളികളിലേതുപോലെ തന്നെ നിങ്ങളൊന്ന് ഉണർന്ന് കളിച്ചാൽ മതി, കോച്ച് പറഞ്ഞു. മത്സരം തുടങ്ങി. നേരത്തെ ഉണ്ടായിരുന്ന മത്സരങ്ങളെ അപേക്ഷിച്ച് തികച്ചും പരുക്കനായ കളി. മഹാരാഷ്ട്രയ്ക്ക് എങ്ങനെയും ട്രോഫി കൊണ്ടുപോയാൽ മതിയെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ അവർ നേരത്തെ നോട്ട് ചെയ്തു വെച്ചിരുന്ന അലിമാവ് ബ്രദേഴ്സിൻ്റെ കളിക്കാർ മാച്ച് ചെയ്യപ്പെട്ടു. പ്രതാപ് പലതവണ താഴെ വീണു. കാണികൾക്കിടയിൽ നിന്നും ആക്രോശങ്ങൾ ഉയർന്നു. പ്രതാപിനെ അങ്ങനെ ഫൗൾ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഡൽഹിക്കാരായ റഫറി മഹാരാഷ്ട്രയുടെ കൂടെയാണെന്ന് തോന്നുമായിരുന്നു അയാളുടെ പ്രവൃത്തികൾ കണ്ടാൽ. തികച്ചും പക്ഷപാതപരമായ പെരുമാറ്റം. പോപ്സൺ അലിമാവയും ഗബ്ബാർ സിംഗും പുറത്തിരുന്ന് പല്ലുകടിച്ചു. മനഃപൂർവ്വം തങ്ങളുടെ കുട്ടികളെ ദ്രോഹിക്കുകയാണ്. ഹാഫ് ടൈം വരെ ഗോളൊന്നും വീണില്ല. റഫറി പക്ഷപാതം കാണിക്കുന്നുവെന്ന് കാണിച്ചുകൊണ്ട് ഫുട്ബോൾ അസോസിയേഷന് പരാതി നൽകുവാൻ പോപ്സൺ അലിമാവോ തീരുമാനിച്ചു. ഹാഫ് ടൈം കഴിഞ്ഞുള്ള മത്സരം തുടങ്ങി. അലിമാവോ ബ്രദേഴ്സിൽ ആരെങ്കിലും ഫൗൾ ചെയ്താൽ ഉടനെ ഫൗൾ കിക്ക് കൊടുക്കുന്നു. മഹാരാഷ്ട്ര ഫൗൾ ചെയ്താൽ അത് കണ്ടില്ലെന്ന് നടിക്കും. കാണികളുടെയും ക്ഷമ നശിച്ചു തുടങ്ങി. ഇപ്പോൾ മുൻതൂക്കം മഹാരാഷ്ട്രയ്ക്കാണ്. പ്രതാപും മറ്റും ഒരു തരം നിരാശ മനോഭാവത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു. തങ്ങൾക്ക് എങ്ങനെ കളിച്ചാലും പ്രയോജനമില്ലെന്നൊരു തോന്നൽ. ഗബ്ബർ സിംഗ് അസ്വസ്ഥനായി. വിജയം ഉറപ്പായ മത്സരമാണ്. ഇവിടെ തോറ്റാൽ. അതിനിടെ പ്രതാപിന് പന്ത് കിട്ടി. അവൻ മുന്നിലുള്ള ഒരാളെ വെട്ടിച്ച് അത് നിശാന്തിന് നൽകി. ഇടത് വിങ്ങിലൂടെ ഓടിക്കയറിയ നിശാന്ത് അത് വീണ്ടും പ്രതാപിന് മറിച്ചു. അപ്പോൾ പെനാൽറ്റി ഏരിയയ്ക്ക് തൊട്ടു അരികിൽ എത്തിക്കഴിഞ്ഞിരുന്നു അവൻ. ഇടതുകാൽ കൊണ്ട് പന്തുയർത്തി തൻ്റെ ശിരസ്സോളം. പിന്നിൽ നിന്നെത്തിയവൻ അവൻ്റെ കാലിൽ തട്ടി. പ്രതാപ് കമിഴ്ന്നു വീണു. ബോൾ താണു വന്നു. പ്രതാപ് ഉരുണ്ടു തിരിഞ്ഞു. അവിടെ കിടന്നുകൊണ്ട് കറങ്ങി ഉയർന്നു. ഇടത് കാൽമുട്ടും ഇടത് കൈമുട്ടും തറയിൽ അമർത്തിക്കൊണ്ട് വലത് കാൽ വീശി ഒറ്റയടി. ഗോൾ! കാണികൾ അലറി വിളിച്ചു. ഗബ്ബർ സിംഗ് അട്ടഹസിച്ചു. അതിനിടെ റഫറിയുടെ വിസിൽ മുഴങ്ങി. ആഹ്ലാദത്തിനിടയിൽ അതാരും കേട്ടില്ല. പ്രതാപ് വീണ് കിടന്ന ഭാഗത്ത് ബോൾ വയ്ക്കുന്നത് കണ്ടപ്പോൾ ഏവരും അമ്പരന്നു. പ്രതാപ് നടുങ്ങി തിരിഞ്ഞു നോക്കി. റഫറി ഫൗൾ വിധിച്ചിരിക്കുന്നു. ഗോൾ വീഴുന്നതിന് മുമ്പ് പ്രതാപിനെ ഫൗൾ ചെയ്തതിന് ഇപ്പോൾ വിസിൽ. ഇതെന്ത് നീതി? ഗോൾ അടിക്കുന്നതിന് മുമ്പ് വിസിൽ മുഴക്കാത്തതെന്ത്? ഇത് മനഃപൂർവ്വമാണ്. മഹാരാഷ്ട്രയെ രക്ഷിക്കാനുള്ള നീക്കം. എല്ലാവരും ചീത്ത വിളിക്കുന്നത് റഫറിയെയാണ്. പോലീസ് ജാഗരൂകരായി. ഇതെന്ത് അവിവേകമാണ്? ഗബ്ബർ സിംഗ് വിളിച്ചുകൂവി. പോപ്സൺ അലിമാവോ പല്ല് കടിച്ചു. നായിൻ്റെ മോൻ ഇവിടെ നിന്നും ജീവനോട് തിരിച്ചു പോകില്ല. ഇതെന്ത് പരിപാടിയാണ് സാർ? പ്രതാപ് റഫറിയുടെ അരികിൽ ഓടിയെത്തി. റഫറി അവനെ തിരിഞ്ഞു നോക്കി. റഫറിയെ ചോദ്യം ചെയ്യരുത്. അയാൾ നിക്കറിൻ്റെ കീശയിൽ നിന്നും മഞ്ഞ കാർഡ് എടുത്തുയർത്തി കാണിച്ചു. പ്രതാപ് ഞെട്ടിപ്പോയി. ഷെടാ, തെറ്റ് കാണിച്ചത് മുഴുവൻ റഫറി. മഞ്ഞ കാർഡ് തനിക്കും. അയാൾ പ്രതാപിൻ്റെ നമ്പർ നോട്ട് ചെയ്തു. റഫറിയുടെ തീരുമാനം അനുസരിച്ചേ മതിയാകൂ. ഫൗൾ കിക്ക് എടുക്കുക തന്നെ. മഹാരാഷ്ട്ര ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു. കിക്കെടുക്കുന്നത് പ്രതാപ്. വിഷമവും കോപവും ഒക്കെ ഒന്നിച്ചുണ്ടായി അവന്. ഇത്രയും ബുദ്ധിമുട്ടി താൻ നേടിയ ഗോൾ വെള്ളത്തിൽ വരച്ച രേഖ പോലെയായിരിക്കുന്നു. ഗോളിയുടെ കണ്ണുകൾ ബോളിൽ തറഞ്ഞിരിക്കുന്നു. പോസ്റ്റിൻ്റെ ബാക്കി ഭാഗങ്ങൾ മുഴുവൻ മറ്റുള്ളവർ കവർ ചെയ്തിരിക്കുകയാണ്. ഒരു പരീക്ഷണം. പ്രതാപ് ഉറച്ചു. ബോളും ഗോൾ പോസ്റ്റ് തമ്മിലുള്ള അകലം മനസ്സിൽ കണക്കുകൂട്ടി. കിക്കെടുക്കുവാൻ റഫറിയുടെ നിർദ്ദേശം. അവൻ ഓടിയെടുത്തു. ഒറ്റയടി. റഫറിയോടുള്ള കോപം മുഴുവൻ ഉണ്ടായിരുന്നു ആ അടിയിൽ. നേരെ ഗോളിയുടെ കയ്യിലേക്ക് തന്നെ. ഗോളിയുടെ കയ്യിൽ പന്തൊതുങ്ങി. പക്ഷേ നിന്ന നിൽപ്പിൽ വീണുപോയി ഗോളി. ബോളും കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ പോസ്റ്റിനുള്ളിലേക്ക്. അത്രമാത്രം ശക്തമായിരുന്നു ആ അടി. റഫറി വിളറിപ്പോയി. ഗോൾ! രണ്ടാമതും ജനം അലറിപ്പറഞ്ഞു. ഇത്തവണ റഫറിക്ക് പഴുതുകൾ കിട്ടിയില്ല. വീഴ്ചിരുന്നു പോയി ഗബ്ബർ സിംഗ്. പെനാൽറ്റി ഷൂട്ട് എടുക്കുമ്പോൾ പോലും ഇതേവരെ ഒരു കളിക്കാരന് ഗോളിയെയും ബോളും കൂടി നെറ്റിൽ വീഴ്ത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അതൊരു റെക്കോർഡ് തന്നെയായിരിക്കും. ഗോളിയെ അടിച്ച് പോസ്റ്റിൽ കയറ്റുക. ഒന്നുറക്കെ ചിരിക്കണമെന്ന് തോന്നി ഗബ്ബർ സിംഗിന്. മഹാരാഷ്ട്ര കളിക്കാർ നാണം കെട്ടുപോയി. ജീവിതത്തിൽ ഒരിക്കലും ഇത്തരം ഒരു പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല. പിന്നീട് അങ്ങോട്ട് പാളിച്ചകളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് രണ്ടാമത് ഒരു ഗോൾ കൂടി നേടുക എന്ന അലിമാവോ ബ്രദേഴ്സിൻ്റെ ലക്ഷ്യം സാധിച്ചു. ഇത്തവണ ഗോൾ നേടിയത് അവരുടെ സ്ട്രൈക്കർ നിശാന്താണ്. 2 ഗോളിന് കൽക്കത്ത അലിമാവോ ബ്രദേഴ്സ് വിജയിച്ചു. മത്സരം അവസാനിച്ചപ്പോൾ കോച്ച് ഗബ്ബർ സിംഗും പോപ്സൺ അലിമാവോയും പ്രതാപിനെ അഭിനന്ദിച്ചു. പത്രക്കാർ പ്രതാപിനെ വളഞ്ഞു. അവൻ്റെ മിന്നുന്ന ഗോൾ അവർ ചിത്രത്തിലാക്കി കഴിഞ്ഞിരുന്നു. പത്രത്തിൽ പ്രതാപ് ഗോൾ നേടുന്നതും അതേക്കുറിച്ചുള്ള വാർത്തകളും അച്ചടിച്ചു വന്നപ്പോൾ ശങ്കറും കൂട്ടരും വിളറിപ്പോയി. ഭാരതത്തിലെ ഏറ്റവും മികച്ച കളിക്കാരൻ എന്നാണ് പത്രക്കാർ അവനെക്കുറിച്ച് എഴുതിയത്. വിനോദും ജോസും അലക്സുമൊക്കെ ഈ വാർത്തകൾ കണ്ട് ആഹ്ലാദിച്ചു. ഇവനെ വിട്ടുകൂടാ. ശങ്കറും സാം ലൂയിസും കൂടി തീരുമാനിച്ചു.
പറ്റിയ ഒരു അവസരത്തിനായി അവർ കാത്തിരുന്നു. താമസിയാതെ അതിനുള്ള അവസരവും വന്നു ചേരുന്നത് കണ്ട് അവർ സന്തോഷിച്ചു. കഥ തുടരും.